എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും വീട്ടിൽ അടുക്കളയിൽ സ്ഥിരമായിട്ട് കയറുന്നവരാണ്. അപ്പോൾ അടുക്കളയിൽ അധികം ജോലികൾ ചെയ്യാത്തവരാണെങ്കിലും പാത്രങ്ങൾ കഴുകുന്ന ആളുകളായിരിക്കും മിക്കവാറും തന്നെ എല്ലാവരും. അപ്പോൾ പാത്രങ്ങൾ കഴുകുമ്പോൾ നമ്മൾ പലപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഡിഷ് വാഷ് ലിക്വിഡും അതുപോലെ സോപ്പും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞൊരു ടെക്നിക്കാട്ടോ. ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടി കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സോപ്പും അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡും ഒന്നുമില്ലാതെ എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ചട്ടിയിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല, ഇതിലും കുറച്ചും കൂടി കുറവ് അളവിൽ മതി. അപ്പോൾ ഈ മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും മൈദ ആവുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ തന്നെ അതിലുള്ള എണ്ണമയവും അതുപോലെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോയി കിട്ടും. ഇനി ബാക്കിയുള്ള മൈദ ആ ചീനച്ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റുക. അത് നമ്മുടെ സിങ്കിലേക്ക് ഇട്ട് കളയണ്ട. സിങ്കിലേക്ക് ഇടുമ്പോൾ മൈദയ്ക്ക് ഒരു പശയുടെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സിങ്ക് ബ്ലോക്ക് ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മൈദ നമ്മുടെ പാത്രത്തിൽ ബാക്കി വരികയാണെങ്കിൽ അത് നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റി വേസ്റ്റിലിട്ട് കളയുക. അപ്പോൾ വളരെ കുറച്ച് മൈദ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എടുത്ത പോലെ ഒരു സ്പൂണൊന്നും എടുക്കണ്ട, ഒരു 1/4 സ്പൂണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കുറച്ച് കൂടുതലായിട്ട് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്ക്രബ് ഉപയോഗിച്ച് ഒന്നും കൂടെ കഴുകി കൊടുക്കുകയാണ്. എന്തെങ്കിലും ഉണങ്ങി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ സ്ക്രബ് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്ക്രബ് ഉപയോഗിച്ച് ഒന്ന് കഴുകി കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. സ്ക്രബിൽ ഞാൻ സോപ്പോ ഡിഷ് വാഷോ ഒന്നും തന്നെ എടുത്തിട്ടില്ല. വെറുതെ ഒരു ഉണങ്ങിയ സ്ക്രബ് എടുത്തിട്ട് കഴുകി ആണ് ചെയ്തത്. അപ്പോൾ അതാ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നമ്മുടെ ചീനച്ചട്ടിയൊക്കെ നന്നായിട്ട് വൃത്തിയായി വന്നിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാനിത് ഉപയോഗിച്ച് കഴുകിയെടുത്തത്. അപ്പോൾ ഇരുമ്പ് ചട്ടികളൊക്കെ പ്രത്യേകിച്ചും ഇതുപോലെ കഴുകാനായിട്ട് നല്ലതാണ്. ഇരുമ്പിൽ നമ്മൾ അധികം സോപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ മണ്ണിൻ്റെ ചട്ടികളിലും സോപ്പ് അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മണ്ണിൻ്റെ ചട്ടികളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ സോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിലെ ചെറിയ ചെറിയ സുഷിരങ്ങളിലേക്ക് സോപ്പ് കയറിയിരിക്കുകയും അത് നമ്മുടെ ഫുഡിൽ കലരാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ആയിക്കോട്ടെ, അതുപോലെ മൺപാത്രങ്ങളായിക്കോട്ടെ, അതും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങളൊക്കെ കഴുകാനും നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ആഹാരത്തിലൊന്നും അധികം വിഷത്തിൻ്റെ അംശം അതുപോലെ കെമിക്കലിൻ്റെ അംശമൊന്നും ഇല്ലാതെ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.